ഓൾസോ എല്ലാ ബഹളത്തിനും മൻമോഹൻ സിംഗ് ഗോവയിലും അങ്ങ് ഉദാഹരിക്കുന്നത് മൻമോഹൻ സിംഗിനെയാണെങ്കിൽ മറ്റ് പൊതുവേദികളിൽ പോയി നാടകീയമായി കരഞ്ഞും അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള വികാര പ്രകടനങ്ങൾ നടത്തിയും ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹത്തിന്റെ സമീപനം ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അത് പാർലമെന്റിനെ അവഹേളിക്കുന്നതാണ് എന്ന വ്യാഖ്യാനത്തിൽ ഇടവരുത്തിയിട്ടുമില്ല. ഇവിടെ അതല്ല സ്ഥിതി. അല്ല, അത് ഇതൊക്കെ ഓരോ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളല്ലേ. നരേന്ദ്രമോദിയുടെ ശൈലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഇഷ്ടപ്പെടുന്നവര് അത് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടാത്തവർക്ക് പരാതിയുണ്ടെങ്കിൽ അവർക്ക് പാർലമെന്റിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്പീക്കറുമായിട്ട് അത് തീർക്കട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? പ്രധാനമന്ത്രി യു കനോട്ട് കമ്പൽ ദ പ്രൈം മിനിസ്റ്റർ ടു സ്പീക്ക്. ശരി 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 വാഗ്വാദത്തിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ശരി ശരി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇവിടെ ശ്രീ ലിജു, ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഒഡീഷയിലെ മുഖ്യമന്ത്രി നവീൻ പട്നായിക് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ പിന്തുണച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പക്ഷേ ഇങ്ങനെ പിന്തുണയ്ക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി കേരളത്തെക്കാൾ പല മടങ്ങ് ഇരട്ടിയാണ് അവിടെ എന്നറിയാത്തയാളല്ല. ഒഡീഷയിൽ 6328 ഗ്രാമപഞ്ചായത്തുകളിൽ 4400 എണ്ണത്തിലും ബാങ്കുകളില്ല. 1.65 കോടി ജനങ്ങൾക്ക് പ്രത്യേക ഇളവ് അനുവദിക്കണമെന്ന് നവീൻ പട്നായിക് കേന്ദ്രത്തോട് ബന്ധപ്പെടുന്നു. ധനമന്ത്രിയെ തന്നെയാണ് ബന്ധപ്പെട്ടത്. 140 കോടിയുടെ ചില്ലറ നോട്ടുകൾ റിസർവ് ബാങ്ക് സംസ്ഥാനത്തേക്ക് അയക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നരേന്ദ്രമോദിയെ അനുകൂലിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഉദാരമായ സമീപനം കേന്ദ്രം എടുത്തു എന്നാണോ കാണേണ്ടത്? അതോ രാഷ്ട്രീയമായ കൊമ്പുകോർക്കലിലേക്ക് പോകാതെ, അസഭ്യവർഷങ്ങളിലേക്ക് പോകാതെ, ഒരു ജീവൽ പ്രശ്നം, ഒരു സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി, അത് അതിന്റെ എല്ലാ മാന്യതയോടെയും മര്യാദയോടെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഉത്തമ താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടും ഉന്നയിച്ച് നേടുവാൻ കഴിയുന്ന മാർഗമുണ്ടെങ്കിൽ അവിടെ നാം നവീൻ പട്നായിക്കിൽ നിന്നാണോ പഠിക്കേണ്ടത് കാര്യങ്ങൾ? വേണു, കുറച്ചു മുമ്പും ഇത്തരത്തിൽ ഒരു ചർച്ചയുണ്ടായി. ഇപ്പോൾ വേണു നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ പോകുന്നത് പാർലമെന്റിൽ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പോകുന്നത് കേരള നിയമസഭയിൽ വലിയ ചർച്ച നടത്തിയിട്ടാണ്. കേരള നിയമസഭയിലെ ഇടത് വലത് അംഗങ്ങൾ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തിയിട്ടാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒറീസയിൽ മുഖ്യമന്ത്രിയുടെ കാര്യവും എടുത്തുകാട്ടി. എന്ന് പറഞ്ഞാൽ ആ നടപടിയെ പിൻവലിച്ചു. അതുകൊണ്ട് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഒരു ജനപ്രതിനിധി പോലും നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രീതിയോ ഭീതിയോ കൂടാതെ പ്രവർത്തിക്കുമെന്നാണ്. ഇവിടെ നരേന്ദ്രമോദിയുമായിട്ട് ആർക്കും വേലിത്തർക്കമൊന്നും തന്നെ ഇല്ല. അവരുടെ വീട് കുടുംബവഴക്കല്ല നടക്കുന്നത്. സംസ്ഥാനത്തെ രമേശ് ചെന്നിത്തലയുടെയും പിണറായി വിജയന്റെ കുടുംബവും നരേന്ദ്രമോദിയുടെ കുടുംബവും തമ്മിൽ ഇവിടെ പ്രതിസ്വത്ത് പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇവിടെ നാട്ടിലില്ല. വ്യക്തിപരമായി കണ്ടല്ല ഒരു രാജ്യത്തെ ഭരണാധികാരി പെരുമാറേണ്ടത്. അത് ഒറീസ മുഖ്യമന്ത്രി അനുകൂലിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ തീരുമാനമെടുക്കുകയും കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന ഭൂരിപക്ഷം ജനപ്രതിനിധികളും എതിർത്തതുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് ചിറ്റം വന്നയും അങ്ങനെ പ്രവർത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല. ആ സമീപനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അദ്ദേഹം കാര്യങ്ങളെ ഒരു ഏകാധിപതിയുടെ മനോഭാവത്തോടുകൂടി, ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാതെ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭയിൽ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് രാജ്യത്തെ സ്ഥിതിഗതികൾ അവരോട് വിശദീകരിക്കാൻ തയ്യാറാകാത്ത, അവിടെ ഒരു അദ്ദേഹം പണ്ട് മൻമോഹൻ സിംഗിനെയൊക്കെ പറയുന്നത് മൗനി ബാബ എന്ന ഒരക്ഷരം മിണ്ടാതെ ഇന്ത്യൻ പാർലമെന്റിൽ പോകും. ഇന്ത്യയിലെ ഒരു എം പിമാരെ അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഞാൻ നേരത്തെ ഹിറ്റ്ലറുടെ കാര്യം പറയാം. ഹിറ്റ്ലർ ഇതുപോലെയാണ്. ഹിറ്റ്ലറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ മീൻകാഫിൽ വളരെ കൃത്യമായി പറഞ്ഞ ജനപ്രതിനിധികൾ അദ്ദേഹത്തിന് പുച്ഛമാണ്. അതേ മാനസികാവസ്ഥ. അപ്പൊ വേണു ആ കാര്യത്തിലേക്ക് തന്നെ എത്തിയിരിക്കുക. അദ്ദേഹത്തിനെ സ്തുതിച്ചാൽ ചിലപ്പോൾ വേണേ എന്തെങ്കിലുമൊക്കെ തന്നേക്കാം. അങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ കുടുംബം ഉണ്ടാക്കിയതായിരിക്കണം ഈ രാജ്യം. ശരി ശരി നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുണ്ടാക്കിയതല്ല ഈ രാജ്യം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോർജ് കുര്യൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പായി, ഈ നവീൻ പട്നായിക്കിനോട് ഒരു സമീപനം, കേരളത്തോട് മറ്റൊരു സമീപനം, മമതാ ബാനർജിയോട് ഒരു സമീപനം, കേജ്രിവാളിനോട് ഒരു സമീപനം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലല്ല, ഇതിപ്പോ അദ്ദേഹം ലിജു പറഞ്ഞത് ഒരു 10 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയുണ്ട്. കേരളത്തോട് കേന്ദ്രം എല്ലാ രീതിയിലും സഹകരിക്കുന്നു. മുഖ്യമന്ത്രിയോട് ആരും ചോദിച്ചിട്ട് പറഞ്ഞാൽ അദ്ദേഹം സ്വയം പ്രസ്താവന നടത്തിയതാണ്. എല്ലാ വികസന കാര്യത്തിലും സഹകരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെയും അഭിപ്രായം അത് തന്നെയായിരുന്നു. ഏത് കാര്യമാണ് കേരളം പോയി ചോദിച്ചിട്ട് കിട്ടാതെയുള്ളത്? ആ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യം പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടല്ലോ, നിതിൻ ഗഡ്കരിയെ പോയി കണ്ടിട്ടാണ് സാധിച്ചത്. ഇപ്പൊ എന്തുകൊണ്ട് ഈ അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ പറഞ്ഞപ്പോൾ, നിതിൻ ഗഡ്കരിയെ കാണാൻ പറഞ്ഞപ്പോൾ പോയി കണ്ടു, എന്തുകൊണ്ട് അരുൺ ജെയ്റ്റ്ലിയെ കാണാൻ പറഞ്ഞപ്പോൾ കാണുന്നില്ല? മേഴ്സിക്കുട്ടിയമ്മ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് 7 ദിവസം കഴിയട്ടെന്നാണ് പറയുന്നത്. ഡിസംബർ മാസമാകുമ്പം
ഇപ്പൊ ഇവിടുത്തെ രീതി കണ്ടിട്ട് ഇത് അടിയന്തരമാണ്. കാരണം ഒരു ദിവസം കൊണ്ട് നിയമസഭ, ഒരു ദിവസം കൊണ്ട് സർവകക്ഷി യോഗം, ഒരു ദിവസം കൊണ്ട് പ്രധാനമന്ത്രി പോയി കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തിയത്. ഇപ്പൊ പ്രശ്നം പരിഹരിക്കണമെന്നല്ല ഇവിടെ കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും എന്തുകൊണ്ടാണ് ഈ നവീൻ പട്നായിക്കിന് ഇത്ര വേഗത്തിൽ ഇത്തരം ഒരു തീർപ്പ് കൽപ്പിക്കാൻ RBIക്ക് കഴിഞ്ഞത്? അതല്ല, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ബാങ്ക് ശാഖകളുള്ള സംസ്ഥാനമാണ് ഒറീസ. കൊരാപ്പുട്ട് പോലെയുള്ള ആ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കുന്നും മലകളുമാണ്, അവിടെ ബാങ്കുകളില്ല, പലയിടത്തും കെട്ടിടങ്ങൾ പോലും ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനം ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ്. ശരി, അവിടെ ബാങ്ക് ശരി രണ്ട് സാഹചര്യങ്ങൾ ഞാൻ താരതമ്യം ചെയ്യണം. അവിടെ ബാങ്കുകൾ ഇല്ലാത്ത അവസ്ഥ, അപ്പോൾ ഈ ചില്ലറ കൊടുക്കുന്നു. ഇവിടെ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്ക്. 60% നിക്ഷേപവും കേരളത്തിന്റെ വിഹിതമാണ് ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ. അവിടെയാണ് സ്റ്റാൻഡ് സ്റ്റിൽ ആയിരിക്കുന്നത്. അല്ലല്ല, കേരളത്തിൽ മാത്രമല്ലല്ലോ സഹകരണ സംഘത്തോടുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് 60% നിക്ഷേപം. അത് ഞാൻ പറയട്ടെ, അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നു കേരളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ പരാതിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് സർവകക്ഷി സംഘം അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാധാരണ രീതിയിൽ അങ്ങനെ നേതാക്കന്മാർ കണ്ടിട്ടുണ്ടല്ലോ, കുമ്മനവും PK കൃഷ്ണദാസും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഈ കേരളത്തിലെ സഹകരണ മേഖലക്കാർ ഇവരുമായിട്ട് സംസാരിക്കണമല്ലോ. കാരണം 2013 കോടതി വിധി ഉണ്ടായപ്പോൾ, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ, ഈ 2015 ഏപ്രിൽ മാസം 1-ാം തീയതി KYC ഏർപ്പെടുത്തുമെന്ന് ഇവിടുത്തെ സഹകാരികളും സംസ്ഥാന സർക്കാരും പറഞ്ഞതാണ്. അത് നടപ്പിലാക്കിയിട്ടില്ല. അതിനെപ്പറ്റി ആരും ചോദിക്കാൻ പാടില്ല. പക്ഷേ അതിന് പരിഹാരം കാണാൻ ഒരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവണം. അത് ജനങ്ങളെ കവചമാക്കി വെച്ചുകൊണ്ട് കള്ളപ്പണക്കാരെ രക്ഷപ്പെടുത്തുന്ന പോലെ ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, അവർക്ക് റിലീഫ് കിട്ടാതിരിക്കാൻ വേണ്ടി. ശരി ഞാൻ എല്ലാവരിലേക്കും തിരികെ എത്താം. ഒരു ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ കള്ളപ്പണത്തിന്റെ രക്ഷാ കേന്ദ്രങ്ങളാണ് എങ്കിൽ ജൻധൻ അക്കൗണ്ടുകളിൽ അസാധാരണമായ നിക്ഷേപം ഈ കറൻസി അസാധുവാക്കലിന് ശേഷം സംഭവിച്ചതിന്റെ ന്യായീകരണം എന്ത്? ഇടവേളയ്ക്ക് ശേഷം.